ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എ ഇൻ്റർമീഡിയറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചാപ്റ്റർ 7 ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. ഇതെന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അത് എഫ് എമ്മിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതിൽ നിന്നാണ് നല്ല മാർക്സിന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇത് ഷുവറായിട്ട് എന്തായാലും ക്വസ്റ്റ്യൻസിന്, അതായത് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഉറപ്പുള്ളൊരു പാർട്ടും കൂടിയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് വെച്ചാൽ, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേണ്, അതുപോലെ തന്നെ നമ്മൾ ഒരു ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം, ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പ്രസൻറ്റ് വാല്യൂ എന്താണ്, ഫ്യൂച്ചർ വാല്യൂ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ചാപ്റ്ററാണ് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മൾ എഫ് എമ്മിനെ തന്നെ 3 പാർട്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുള്ളതാണ്. എന്താണ്, ആദ്യത്തേത് പ്രൊക്യൂർമെൻറ്റ്സ് ആണ്, പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ്, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഫണ്ട്സ്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടിങ് റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ് ആണ്. അങ്ങനെ 3 പാർട്ടായിട്ട് നമ്മൾ ആദ്യം തിരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വരുന്ന രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ഇൻവെസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലുള്ളതാണിത്. ഫിനാൻസിങ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിലുള്ള ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള വരുന്ന ചാപ്റ്ററാണിത്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ എങ്ങനെ സെലക്ട് ചെയ്യാം, എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞ് ലേഖടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ചാപ്റ്റർ കവർ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇതിൽ മെയിനായിട്ടുള്ളത് NPV എന്താണെന്നും അതുപോലെ തന്നെ ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്നും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയുള്ള നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പിന്നെ സിമ്പിളായിട്ട് ഓരോ മെത്തേഡ്സ് പഠിച്ച് അതായത് ഇത് കോമൺ ആയിട്ട് എല്ലാത്തിലും വരുന്നൊരു ടോപ്പിക്കാണ് ടൈം വാല്യൂ ഓഫ് മണി. ഇതാണ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഫൗണ്ടേഷനിൽ പഠിച്ചിട്ടുണ്ടാവും. ഫൗണ്ടേഷൻ പഠിച്ച ആൾക്കാരാണെങ്കിൽ ഫൗണ്ടേഷനിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് മാത്സിൽ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. ആ ചാപ്റ്ററിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ടൈം വാല്യൂ ഓഫ് മണിയിൽ ഇവിടെയുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വന്നാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിനെ കൺസിഡർ ചെയ്യാം. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് CA ഫൈനലിൽ പഠിക്കാനുണ്ട് അഡ്വാൻസ്ഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പം അതിൽ നമ്മൾ എന്താണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും അവിടെ പഠിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ടൈം വാല്യൂ ഓഫ് മണി. വാട്ട് ഈസ് ടൈം വാല്യൂ ഓഫ് മണി? ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇന്നത്തെ 100 റുപ്പീസ് ആയിരിക്കില്ല ഒരു 2 കൊല്ലം കഴിഞ്ഞാലുള്ള 100 റുപ്പീസ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഇന്ന് ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ പോയി, അതായത് ഞാനിപ്പം ഉള്ളത് 2022 വിചാരിച്ചോളൂ. ഞാനിപ്പോൾ ഒരു 100 റുപ്പീസിന് പർച്ചേസ് ചെയ്തു, ഒരു കിലോ റൈസ് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതേ റൈസ് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, 2025 അതായത് ഈ ടൈമിൽ ഞാൻ എന്ത് ചെയ്യാണ്, റൈസ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ അത് കിട്ടുന്നത് 150 റുപ്പീസിനൊക്കെ ആയിരിക്കും. 1 kg റൈസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 150 റുപ്പീസായി മാറി. അതായത് 2022 100 റുപ്പീസുള്ള സാധനം 2025 ആകുമ്പോഴത്തേനും 150 റുപ്പീസായി മാറി. എന്തുകൊണ്ട്? അവിടെ കോസ്റ്റ് കൂടി, അങ്ങനത്തെ ഫാക്ടേഴ്സ് അല്ല, ജസ്റ്റ് ടൈം വാല്യൂ ഓഫ് മണി കൊണ്ടാണ് അവിടെ എന്ത് കൂടിയിട്ടുള്ളത്. അതായത് ടൈം പോകുന്ന അനുസരിച്ച് എന്ത് വരും, ഇൻഫ്ലേഷൻ വരും, അതുപോലെ തന്നെ ക്രെഡിറ്റ് റിസ്ക് ഉണ്ട്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരുന്നതിനെ കൊണ്ടാണ് എന്ത് കൂടുന്നത്, ഈ പ്രൈസ്, ഓരോന്നിൻ്റെയും പ്രൈസ് കൂടുന്നത്. ഇപ്പം തന്നെ നമ്മൾ പിന്നെ ആദ്യമൊക്കെ നമ്മളിപ്പോൾ ഇതന്നെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. അതായത് നമ്മൾ ആദ്യമൊക്കെ പോകുമ്പോൾ കുറച്ച് ഇപ്പോൾ 2-3 കൊല്ലം മുന്നൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു 40 റുപ്യ അല്ലെങ്കിൽ 30 റുപ്യൊക്കെ ആയിരിക്കും. ഇപ്പം ഇന്ന് 2025 ആകുമ്പോൾ
നമുക്ക് എത്രയാണ് 50 റുപ്പീസിൻ്റെ അടുത്താണ് റൈസിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അത്രയും ചേഞ്ച് വരുന്നത് എന്താണ്, ഇത് ഇൻഫ്ലേഷനും അതുപോലത്തെ ക്രെഡിറ്റ് റിസ്ക് അങ്ങനത്തെ ഐറ്റംസിൻ്റെ ഒക്കെ എഫക്റ്റ് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു എഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ ആണ്. ഇപ്പോൾ നമ്മളൊരു ക്യാഷ് ഫ്ലോ ഒക്കെ നോക്കുകയാണെങ്കിൽ, അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് 10 രൂപ കിട്ടുന്നതും ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് 10 രൂപ കിട്ടുന്നതും നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം ഇന്ന് നമുക്ക് 10 രൂപക്ക് ഇന്ന് ചിലപ്പോൾ നമുക്ക് 10 രൂപ ഒരു 100 രൂപക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 കിലോ റൈസ് വാങ്ങാൻ പറ്റും. പക്ഷെ നമ്മൾ അന്ന് ഒരു 10 കൊല്ലം കഴിഞ്ഞ് ആ 100 രൂപ കൊണ്ട് പീടികയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 100 ഗ്രാം പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത്രയും എന്തായിരിക്കും, ആ 100 റുപ്പീസിൻ്റെ ഇന്നത്തെ വാല്യൂ ആയിരിക്കില്ല 10 കൊല്ലം കഴിഞ്ഞാലുള്ള വാല്യൂ. കാരണം വാല്യൂ അത്രയും കുറയും. അപ്പോൾ അതാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ള കോൺസെപ്റ്റിലൂടെ നോക്കുന്നത്. അപ്പോൾ ഈ ടൈം വാല്യൂ ഓഫ് മണി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ടൈം വാല്യൂ ഓഫ് മണീൻ്റെ ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് നമുക്കിവിടെ വേണ്ടത് പ്രസൻറ്റ് വാല്യൂ എന്താണെന്നും അതുപോലെ തന്നെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്താണ്, അതുപോലത്തെ ഐറ്റംസ് ആണ്. അപ്പോൾ അത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ വൈ വി ഹാവ് ടു കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ എന്തിനാണ് കൺസിഡർ ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ക്രെഡിറ്റ് റിസ്ക്. അതായത് ഇൻഫ്ലേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതുപോലെ തന്നെ ക്രെഡിറ്റ് റിസ്ക്കും ഉണ്ട്. ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരാൾക്ക് കടം കൊടുത്തു, ആ കടം കൊടുത്ത എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടണമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അത് നമ്മൾ ചോദിച്ച് ചില ആൾക്കാർക്ക് നമ്മൾ കടം കൊടുത്താൽ തീരെ കിട്ടൂല. അപ്പോൾ അത് നമുക്ക് ആർക്ക് കൊടുത്താലേ കിട്ടുക, ആർക്ക് കൊടുത്താലേ കിട്ടാത്തതെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെക്കൊണ്ട് നമ്മളൊരു കടം കൊടുത്ത എമൗണ്ടിന് നമുക്ക് എന്തുണ്ട്, അതിൻ്റെ മുകളിലൊരു റിസ്ക് ഉണ്ട്. ഇതിനാണ് നമ്മൾ ബാഡ് ഡെബ്റ്റ്സ് എന്ന് അക്കൗണ്ട്സിലൊക്കെ പറയുന്നത്. അപ്പം ബാഡ് ഡെബ്റ്റ്സ് ആണ്, ബാഡ് ഡെബ്റ്റ്സിൻ്റെ റിസ്ക്കും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫ്ലേഷനും ഉണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടു ഓഫ്സെറ്റ് ദ എഫക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻ എക്കണോമി, ടു ഹെഡ്ജ് അവർ സെൽഫ് ഫ്രം ക്രെഡിറ്റ് റിസ്ക്, വി കൺസിഡർ എന്ത്, ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നു. ദ റിട്ടേൺ റേറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ എക്സ്പെക്ടേഷൻ ഓഫ് ഇൻവെസ്റ്റർ വിച്ച് മേ വാരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഓർ ഫോർ ഡിഫറെൻറ്റ്. ഇത് വേറൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് മനസ്സിലായല്ലോ, എന്തിനാണ് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ, നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രിൻസിപ്പൽ ഇൻറ്റു 1 + ഇൻട്രസ്റ്റ് റേറ്റ് i⁻n ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഐക്ക് പകരം ഇവിടെ ആറാണ്, സ്മോൾ ലെറ്റർ r. ഇത് റിട്ടേൺ റേറ്റ് ആണ്, റിട്ടേൺ റേറ്റ് ⁻n. അതായത് ഇതെന്ന് പറയുന്നത് എത്രയാണ് നമ്മളെ ഇൻട്രസ്റ്റ്. ഇപ്പം ബാങ്കിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ കേസ് ആണെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ്, അത് ⁻ എത്ര കൊല്ലത്തേക്കാണ് വെക്കുന്നത് അത് വെച്ചിട്ട് കണ്ടുപിടിക്കലാണ്. ഇത് സിംപ്ലി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു 100 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്ത 100 റുപ്പീസിന് നമുക്കൊരു 10% റിട്ടേൺ കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കൊല്ലം കിട്ടുന്ന റിട്ടേൺ എത്രയാണ്, ഇൻറ്റു 110%. അതായത് ആ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മളെ കയ്യിലുണ്ടാവും, അതുപോലെ തന്നെ 10% എക്സ്ട്രാ റിട്ടേൺ കിട്ടും. അപ്പോൾ നമ്മുടെ ഫണ്ടിൻ്റെ വാല്യൂ എത്രയായി മാറും, 110 ആയി മാറും. ഇപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് നമുക്ക് ഇൻട്രസ്റ്റിന് കാൽക്കുലേറ്റ് ചെയ്തതാണ് 110 ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും എമൗണ്ട് നമ്മളെ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് കിട്ടുക. അപ്പോൾ അത് ഇൻറ്റു 110% ഈസ് ഈക്വൽ ടു 121 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ ഓരോ ഇയേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പൗണ്ട് ചെയ്ത് അതായത് ഈ എമൗണ്ടിൻ്റെ മുകളിലായിരിക്കും അടുത്ത കൊല്ലം കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ, അതായത് ബാങ്കിൽ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും നമുക്ക് എന്ത് വേണ്ടത്, ഒരു കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലൊക്കെ നമുക്ക് റിട്ടേൺ വേണ്ടത് അതുപോലെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഇൻഫ്ലേഷനും ഒക്കെ വരിക എങ്ങനെയാണ്, ഈ എമൗണ്ടിൻ്റെ മുകളിലാണ്. അല്ലാതെ നമ്മളൊരു 100 റുപ്പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 100 റുപ്പീസിൻ്റെ 5%, പിന്നെ ആ 100 റുപ്പീസിൻ്റെ 5% അടുത്ത വർഷം അങ്ങനെയല്ല ഉണ്ടാവുക. അതായത് ലാസ്റ്റിലുള്ള എമൗണ്ടിൻ്റെ മുകളിലായിരിക്കും ഇൻഫ്ലേഷൻ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നുണ്ടാവുക. അതായത് കോമ്പൗണ്ടിങ് എഫക്റ്റിലായിരിക്കും ഇൻഫ്ലേഷൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റിൻ്റെ കേസ് പോലെ കൺസിഡർ ചെയ്യുന്നു. അതായത് ഇൻഫ്ലേഷൻ ഫാക്ടർ അല്ലെങ്കിൽ റിട്ടേണിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റിന് പകരം റിട്ടേൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പം അങ്ങനെയാണ് എന്ത് വരുന്നത്, നമുക്ക് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ ടൈം വാല്യൂ ഫാക്ടർ അല്ലെങ്കിൽ
വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ടൈം വാല്യൂ ഫാക്ടർ എന്നോ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ ഫാക്ടർ. ഇത് ഫ്യൂച്ചർ വാല്യൂ ഫാക്ടറാണ്. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ 100 rupees ഉണ്ട്. ഈ 100 rupees ഒരു 10% നമ്മൾ എന്ത് ചെയ്യുന്നു, റിട്ടേൺ എക്സ്പെക്ട് ചെയ്തിട്ട് 2 yearsലേക്ക് വെക്കുകയാണെങ്കിൽ എത്ര നമുക്ക് റിട്ടേൺ കിട്ടുന്നുള്ളതാണ് ഇതിലുള്ള നമ്മൾ നോക്കുന്നത്. അതായത് 100 into 1.1, ദാറ്റ് ഈസ് 1 plus 10%, 1.1 raised to 2 is equal to 1.1 raised to 2 എത്രയാണ്, 1.1 into 1.1 is equal to 1.21. 1.21 into 100 is equal to 121. കണ്ടോ, ഈ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതിലും റെഡി ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും, അതായത് നമ്മളൊരു 2020 ഇതും 3 yearsൻ്റെ നമുക്ക് കൊടുക്കാം. 3 yearsൻ്റെ കൊടുക്കുകയാണെങ്കിൽ 1.331 എന്ന് വരും. അപ്പോൾ 133 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അതായത് നമ്മളിപ്പോൾ 2022 100 rupees ഇൻവെസ്റ്റ് ചെയ്താൽ 100 rupees നമ്മൾ ഇപ്പോഴത്തെ 100 rupeesൻ്റെ വാല്യൂ ഫ്യൂച്ചറിലേക്ക് വരുമ്പം അതിന് എത്ര വാല്യൂ വരണം, ഇപ്പോഴത്തെ 100 rupeesന് ഫ്യൂച്ചറിലേക്ക്, അതായത് 3 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾക്ക് 2025 നമുക്ക് ഇതേ അരി തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ, ഈ 100 rupeesൻ്റെ അരി തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 133 രൂപ വേണ്ടി വരുന്നതാണ് പറയുന്നത്. ഇത് ഞാൻ ജസ്റ്റ് 150 എന്നുള്ളത് ജസ്റ്റ് എക്സാമ്പിളിന് പറഞ്ഞതാണ്. അപ്പോൾ ഇത് നമ്മളൊരു ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഫ്യൂച്ചർ വാല്യൂ കാണുന്നത്. അതിൻ്റെ എത്രയാണ് നമ്മളെ എക്സ്പെക്റ്റഡ് റേറ്റ്, അത് അതിനെ കൊടുത്തിട്ട് പ്രൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ടോട്ടൽ എത്രയാണോ നമ്മളെ പ്രിൻസിപ്പൽ ഫ്യൂച്ചറിലേക്ക് വരുന്നത് എന്ന് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ പ്രസൻറ്റിൽ കറൻ്റ് നമ്മുടെ കയ്യിലുള്ളതിൽ നമ്മൾ റിട്ടേൺ എക്സ്പെക്റ്റേഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നതാണ് ഫ്യൂച്ചർ വാല്യൂ. ഇതുപോലെ തന്നെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ 133 2025 നമുക്ക് പ്രൈസ് അറിയാം. 133 നമുക്ക് എന്തെന്ന് പറയുന്നത്, റൈസ് 1 kg റൈസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 133 നമുക്കറിയാം. അപ്പോൾ ഈ 133 എന്ന് പറഞ്ഞ പ്രൈസ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എത്രയാണ് അതിൻ്റെ ആ വാല്യൂ വരുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഈ 133 2025 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 133 ആയിരിക്കില്ല, കാരണം ആ ഇൻഫ്ലേഷൻ്റെ ഫാക്ടറൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോഴാണ് 133 വരുന്നത്. അപ്പോൾ ഇപ്പോൾ എത്ര ആയിരിക്കും, ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ഭാവിയിൽ ഒരു 133 എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്ര വാല്യൂ ഉണ്ടാവും നോക്കുന്നതാണ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2022 അതിനെത്ര വാല്യൂ ഉണ്ടാവും അത് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, അതായത് ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, P into 1 plus R raised to n ആണ് ചെയ്യുന്നത്. അത് P അല്ല, പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1 plus R raised to n is equal to ഫ്യൂച്ചർ വാല്യൂ. അപ്പം നമുക്ക് ഇവിടെ എന്താ അറിയാം, ഫ്യൂച്ചർ വാല്യൂ അറിയാം. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, പ്രസൻറ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ is equal to ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 plus R raised to n is equal to ഫ്യൂച്ചർ വാല്യൂ എത്രയാണ് അവിടെ വരുന്നത്, 133 ആണ്. 133 ഡിവൈഡഡ് ബൈ 1 plus R raised to n is equal to 1 plus 0.1 raised to 3. 1.1 into 3 times വരുമ്പോൾ 133 എന്ന് വരും. 133 ഡിവൈഡഡ് ബൈ 1.331 is equal to 100 rupees എന്ന് വരും. പ്രസൻറ്റ് വാല്യൂ വരുന്നത് 100 rupees ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്യൂച്ചർ വാല്യൂയും പ്രസൻറ്റ് വാല്യൂയും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഫ്യൂച്ചർ വാല്യൂ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫ്യൂച്ചറിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ ഒരു വാല്യൂ ഉള്ളതിന് ഫ്യൂച്ചറിൽ നമ്മൾ എത്ര വാല്യൂ ഉള്ള ഐറ്റമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്, ഇപ്പോൾ ഉള്ള നമ്മുടെ കയ്യിലുള്ള 100 rupeesന്, അതായത് ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ എത്ര അതിന് വാല്യൂ ഉണ്ടാവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഫ്യൂച്ചർ വാല്യൂ. അതുപോലെ തന്നെ ഫ്യൂച്ചറിലുള്ള ഒരു വാല്യൂവിനെ ഇപ്പം നമ്മുടെ കയ്യിൽ അതിന് എത്ര വാല്യൂ ഉള്ള ഐറ്റം ആണെന്ന് കൺസിഡർ ചെയ്യുന്നതാണ് പ്രസൻറ്റ് വാല്യൂ. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ ചെയ്യുക, പ്രസൻറ്റ് വാല്യൂയും ഫ്യൂച്ചർ വാല്യൂയും ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ വേറൊരു കേസ് എന്ന് പറയുന്നത്, ദ റിട്ടേൺ റേറ്റ് ഡിപ്പെൻഡ് അപ്പോൺ എക്സ്പെക്ടേഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് വിച്ച് മേ വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അതായത് നമ്മളിപ്പോൾ ഈ 6 കൊടുക്കുന്നില്ലേ,
PV ഇൻറ്റു 1+R⁻n. ഈ R എന്ന് പറയുന്നത്, അതായത് റിട്ടേൺ റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഡിസ്കൗണ്ട് റേറ്റ് എന്നൊക്കെ പറയുന്ന ഈ റേറ്റ് എന്ന് പറയുന്നത് ഓരോ പേഴ്സൺസിൻ്റെ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് അത് മാറും. അതായത് ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ 2022 ഞാൻ എന്ത് ചെയ്തു, ഒരു കമ്പനീൻ്റെ പേര് A ലിമിറ്റഡിൽ ഒരു 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തു. 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന എൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 10% റിട്ടേൺ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് വേറൊരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ എത്രയാണ്, ഒരു 20% എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം രണ്ടാൾ ഒരേ ഫേമിൽ തന്നെയാണ് ഇടുന്നത്, ഒരേ എമൗണ്ട് തന്നെയാണ് ഇടുന്നത്. പക്ഷേ അയാൾ രണ്ടാൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്ന റേറ്റ് വ്യത്യാസമുണ്ട്. അതായത് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് ഇത്ര റേറ്റ് എങ്കിലും കിട്ടണം എന്നുള്ളതാണ് എൻ്റെ, അതായത് 10% എങ്കിലും കിട്ടണം എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 20% എങ്കിലും കിട്ടണം എന്നാണ് മറ്റേ ആളുടെ. അതായത് ഇപ്പോൾ ഇത് സിനാൻ, ഇത് ഋത്തിക്. അപ്പോൾ ഇവന് 20% എങ്കിലും റിട്ടേൺ കിട്ടണം, എനിക്ക് 10% റിട്ടേൺ കിട്ടിയാലും മതി എന്നുള്ള മൈൻഡാണ്. അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾ രണ്ടാളും എന്ത് ചെയ്യാണ്, ഫ്യൂച്ചറിൽ ഞങ്ങളുടെ വാല്യൂ എത്ര ഉണ്ടാവും എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് എത്ര വാല്യൂ കിട്ടണം എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്ര 1 lakh ഇൻവെസ്റ്റ് ചെയ്യുന്നു, 10% നമ്മൾ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് എത്ര വാല്യൂ കിട്ടണം എന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഫ്യൂച്ചറിൽ വാല്യൂ കിട്ടണം എന്ന് നോക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ പ്രസൻറ്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂവിൻ്റെ ഇക്വേഷൻ എന്താണ്, ഫ്യൂച്ചർ വാല്യൂ ഇസ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1+R⁻n ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1 lakh ഇൻറ്റു 1.1/3 ആണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1,33,100 ആണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് എൻ്റെ എമൗണ്ടിന് ഞാൻ കാണുന്ന ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് 1,33,100 ആണ്. അതുപോലെ തന്നെ ഇനി ഋത്തിക്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിലോ, ഫ്യൂച്ചർ വാല്യൂ ഇസ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1+R⁻n ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഇസ് ഈക്വൽ ടു 1 lakh തന്നെയാണ് എമൗണ്ട് വരുന്നത്. ബട്ട് ഇവിടെ റേറ്റ് എന്തുണ്ട്, വ്യത്യാസമുണ്ട്. 1.2/3 ഈക്വൽ ടു 1,72,800 ആണ് ഇവിടെ അവൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ. ഫ്യൂച്ചറിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 1,72,800. ഇത് നമുക്ക് എന്തായിട്ടും കൺസിഡർ ചെയ്യാം, ഇതൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം. അതായത് ഞാനിപ്പം വേറൊരു സ്ഥലത്ത് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 10% റിട്ടേൺ എങ്കിലും കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പം ഇതിപ്പോൾ ഞാനിവിടെ വേറൊരു ഫേമിൽ കൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇത് 2025 ആകുമ്പോഴത്തേനും എൻ്റെ കയ്യിൽ ഇത്ര ഫണ്ട് ഉണ്ടാവും, 1,30,000 ഫണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവൻ എക്സ്പെക്ട് ചെയ്യുന്ന എത്രയാണ്, 20% ആണ്. അപ്പോൾ ഇവന് 1 lakh ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ കൊല്ലം 2025 ആകുമ്പോൾ 1,72,800 ആയി മാറുന്നു എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ റേറ്റ് എന്ന് പറയുന്നത് ചില കേസിൽ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്തിൽ, കെയിലും കേവലൊക്കെ കെയിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പം ആ ഒരു ഫാക്ടർ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ലിങ്കിങ് വരികയാണ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പം കെയിൽ നമ്മൾ എന്താണ് പഠിച്ചത്, അതിൻ്റെ കോസ്റ്റ്. ഈ കെ സംടൈംസ് എന്തായിട്ട് വരും, ഇവിടെ റിട്ടേൺ ആയിട്ട് വരും. നമ്മുടെ അതെന്താണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ എന്ത് സംടൈംസ് ഇവിടെ 1+R ആയിട്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് ഫാക്ടറൊക്കെ ആയിട്ട് ആ എക്സ്പെക്റ്റേഷൻ വരും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ ഡീപ്പായിട്ട് നോക്കും, ഒന്നും വിഷമിക്കേണ്ട. എന്തായാലും ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് ഈ പ്രസൻറ്റ് വാല്യൂ, എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ. എന്താണ് പ്രസൻറ്റ് വാല്യൂ, അതുപോലെ തന്നെ ഫ്യൂച്ചർ വാല്യൂ എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ ഇനി വേറൊരു ഫാക്ടർ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനി NPV എന്താണെന്നുള്ളതും കൂടി നിങ്ങൾ അറിയണം. ഇപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് കണ്ടിട്ടുള്ളത്,
പ്രസൻറ്റ് വാല്യൂ എന്താണ്, ഫ്യൂച്ചർ വാല്യൂ എന്താണെന്ന് കണ്ടു. നമ്മൾ പ്രസൻറ്റ് വാല്യൂ എന്താണ്, ഫ്യൂച്ചർ വാല്യൂ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി എൻ പി വി എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എൻ പി വി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. പ്രൊജക്റ്റ് ഇൻവെസ്റ്റിംഗ് ഇൻ വൺ പ്രൊജക്റ്റ്, ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. എത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് 10 lakh നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. നമ്മൾ ഓരോ ഇയർലി ക്യാഷ് ഫ്ലോ വരുന്നത് ഒരു 2 lakh rupees ക്യാഷ് ഫ്ലോ വരുന്നത്. ഇയേഴ്സ് 5 years. റിട്ടേൺ റേറ്റ് എന്ന് പറയുന്നത് 10%. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് എൻ പി വി കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ എൻ പി വി? അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. 10 lakh rupees നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഇയർലി എന്ത് കിട്ടുന്നു, അതിന് റിട്ടേൺ ആയിട്ട് 2 lakh rupees റിട്ടേൺ ആയിട്ട് ഓരോ കൊല്ലവും കിട്ടുന്നുണ്ട്. അങ്ങനെ 5 കൊല്ലമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിട്ടേൺ റേറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മളെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് 10% റിട്ടേൺ നമുക്ക് അതിൽ നിന്ന് കിട്ടണം എന്നാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഈ റിട്ടേൺ റേറ്റ് എന്ത് വെച്ച് മാറും, നമ്മളെ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട്. അതായത് ഒരു ഷെയർ ഹോൾഡർ ആണെങ്കിൽ ഷെയർ ഹോൾഡർ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് മാറൂലേ. അപ്പോൾ ഇത് ഞാനിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ 20% ആയാലും എൻ്റെ എൻ പി വി മാറും, പ്രസൻറ്റ് വാല്യൂ മാറും. കാരണം നമ്മൾ ഓൾറെഡി ഫ്യൂച്ചർ വാല്യൂയിൽ കണ്ടു. അതായത് ഋത്തിക്കിൻ്റെ കേസിൽ 1.75 ഞങ്ങൾ രണ്ടാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരേ എമൗണ്ട് ആണ്. ബട്ട് അവൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായതിനെ കൊണ്ട് എൻ്റെ ഫ്യൂച്ചർ വാല്യൂ കൂടുതലായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഫ്യൂച്ചർ വാല്യൂ തിരിച്ച് നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് ആക്കുമ്പോൾ അത്രയും ഡിഫറൻസും ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഇവൻ്റെ കേസിൽ 1,72,800 എന്തുണ്ട് 2025 ഇവൻ്റെ കയ്യിലുണ്ട്. അതായത് 2025 ഇവൻ്റെ കയ്യിൽ 1,72,800 ഉണ്ടെന്ന് വിചാരിച്ചു. അത് 2022 വരുമ്പോൾ എത്ര ആയിരിക്കും അതിൻ്റെ വാല്യൂ എന്നാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ, 1,72,800 ഡിവൈഡഡ് ബൈ 1/1.728 ആണ് എന്ത് വരിക, പി വി ഫാക്ടർ വരിക, പ്രസൻറ്റ് വാല്യൂവിൻ്റെ ഫാക്ടർ വരിക. അപ്പോൾ അത്രയും വരുന്ന ടൈമിൽ എത്ര ആയിരിക്കും എൻ്റെ വാല്യൂ വരുന്നത്, 1 lakh ആണ് എൻ്റെ പ്രസൻറ്റ് വാല്യൂ വരുന്നത്. രണ്ടാളും പ്രസൻറ്റ് വാല്യൂ സെയിം ആയിട്ട് വരുന്നുണ്ട്, പക്ഷേ എന്താണ് ഫ്യൂച്ചർ വാല്യൂ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രസൻറ്റ് വാല്യൂ കുറയാൻ കാരണം എന്താണ്, കാരണം ഫ്യൂച്ചറിലേക്ക് അത്രയും നമ്മുടെ എക്സ്പെക്റ്റേഷൻ കൂടിയാണ്. ഇവിടെ എക്സ്പെക്റ്റേഷൻ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, പ്രസൻറ്റ് വാല്യൂ കുറയും, ബട്ട് ഫ്യൂച്ചർ വാല്യൂ നല്ല കൂടുതലായിരിക്കും. ഓക്കെ, കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ പി വി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഞാൻ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, എങ്ങനെയാണ് പ്രസൻറ്റ് വാല്യൂ കാണുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇയർ, ക്യാഷ് ഫ്ലോ, പി വി ഫാക്ടർ, പി വി ഓഫ് ക്യാഷ് ഫ്ലോ, അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ. ഇങ്ങനെ മൂന്നായിട്ട് ഞാൻ തിരിക്കുകയാണ്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ. ക്യാഷ് ഫ്ലോ എത്രയാണ് വരുന്നത്, 2 lakh ആണ് വരുന്നത്. ഈച്ച് ഇയേഴ്സിൽ 2 lakh ആണ് വരുന്നത്. ഓക്കെ, ഈച്ച് ഇയേഴ്സിൽ 2 lakh ആണ് ക്യാഷ് ഫ്ലോ വരുന്നത്. പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. ഈ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം നമ്മൾ പ്രസൻറ്റ് വാല്യൂ കാണുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1+r⁴n ആണ് ചെയ്യുന്നത്. ഇത് എന്താണ്, നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്താണെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1/1+r⁴n എന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ. 1/1+r⁴n അല്ലേ ഈ എന്തെന്ന് പറയുന്നത് ഡിവിഷനിലേക്ക് പോകുന്നത്. അതായത് ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1/1+r⁴n അല്ലേ ഈ ഡിവിഷനിലേക്ക് ആയി മാറുന്നത്. അപ്പം എന്ത് ചെയ്യാം, ഇതെന്താണ് പ്രസൻറ്റ് വാല്യൂവിൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു ഫ്യൂച്ചർ വാല്യൂവിൻ്റെ ഫാക്ടറാണ് ഇത് വരുന്നത്. അത് നമ്മളെ ഇൻട്രസ്റ്റ് റേറ്റ് 1+, ഇപ്പോൾ ഈ കേസിൽ എത്രയാണ് വരുന്നത്, 1+0.1 ഫസ്റ്റ് ഇയർ ആണ്. ഫസ്റ്റ് ഇയർ നോക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ ഒരു ഇയറേ ആവുന്നുള്ളൂ. ആ ഇയറിൽ നമ്മൾ പ്രസൻറ്റ് വാല്യൂ എത്രയാണെന്ന് നോക്കുന്നത്
1/1.1 is equal to 0.909 എന്ന് വരും. ഈ ഫാക്ടറിനെ അതായത് ഇങ്ങനെ ചെയ്യുന്നതിന് പറയുന്നവരാണ് പ്രസന്റ് വാല്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇങ്ങനെ ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1+r⁻n ചെയ്യുന്നതിന് പകരം 1/1+r⁻n കണ്ടുപിടിച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യാണ്, ഫ്യൂച്ചർ വാല്യൂനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടിനും സെയിം എഫക്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യനിൽ ചെയ്യാറ്, അതായത് പ്രസന്റ് വാല്യൂ ഫാക്ടർ ആയിട്ട് എടുത്തിട്ട്. അപ്പം ഈ ക്യാഷ് ഫ്ലോസ് നമ്മൾ എങ്ങനെയാണ് പ്രസന്റ് വാല്യൂയിൽ മാറ്റുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 2 lakh എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിൽ കിട്ടുന്ന, ഇത് ഓരോ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്നൊക്കെ പറയുന്നത് എൻഡിലാണ്, ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിൽ കിട്ടുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൻ്റെ തുടക്കത്തിൽ, നമ്മളിപ്പോൾ എപ്പോഴും ഫസ്റ്റ് ഇയറിൻ്റെ തുടക്കത്തിലാണെന്ന് വിചാരിക്കുക. അപ്പം ഒരു ഇയർ കംപ്ലീറ്റ് ആകുമ്പോഴാണ് എന്തെന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോർമൽ കേസിൽ. അപ്പം നമ്മൾ 0th ഇയറിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എന്തായി, ഫസ്റ്റ് ഇയറിലാണ് നമുക്ക് 2 lakh കിട്ടുന്നത്. അപ്പോൾ ആ 2 lakh ഫസ്റ്റ് ഇയറിൽ കിട്ടുന്നതിൻ്റെ ഇന്നത്തെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ മാറ്റണം, അതായത് 0th ഇയറിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ നമ്മളെ ഇയർ എൻഡിങ് ആണ്, ഇയർ എൻഡിങ്ങിലുള്ളതാണ്. നമ്മൾ 0th ഇയറിലാണ് നിൽക്കുന്നത്, അതെപ്പോഴും മനസ്സിലുണ്ടാവുക. അപ്പം ഈ പ്രസന്റ് വാല്യൂ ഫാക്ടർ എത്രയാണ് വരുന്നത്, 0.909. ഈ 909 അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 0th ഇയറിലുള്ള ക്യാഷ് ഫ്ലോൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും. 2 lakh അപ്പോൾ കിട്ടുന്നതിന് ഇപ്പോൾ എത്ര വാല്യൂ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ 909 ഇൻറ്റു 2 lakh എന്ന് പറയുമ്പം 0.909 ഇൻറ്റു 2 lakh എന്ന് പറയുമ്പം 181,800 എന്ന് വരും. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ഫാക്ടേഴ്സ് 1/1.1 ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ വേറൊരു എളുപ്പ വഴിയുണ്ട്. അതായത് 1/1.1 എന്ന് ചെയ്താൽ 1/1.1 എന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ഇയറിൻ്റെ കിട്ടും. ഒന്നുകൂടി ഈക്വൽ ടു അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, സെക്കൻഡ് ഇയറിൻ്റെ കിട്ടും. ഒന്നുകൂടി ഈക്വൽ ടു അടിച്ചാൽ തേർഡ് ഇയറിൻ്റെ കിട്ടും. ഒന്നുകൂടി ഈക്വൽ ടു അടിച്ചാൽ 4th ഇയറിൻ്റെ കിട്ടും. ഒന്നുകൂടി ഈക്വൽ ടു അടിച്ചാൽ 5th ഇയറിൻ്റെ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ഇയറിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ കാൽക്കുലേറ്റർ ജസ്റ്റ് സിമ്പിൾ എന്ത് ചെയ്യാം, 1/1.1 ഈക്വൽ ടു അങ്ങനെ എത്ര പ്രാവശ്യം അടിക്കുന്നു അങ്ങനെ നമുക്ക് ഓരോ ഇയറിൻ്റെതും എണ്ണി വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇയറിൻ്റെ കണ്ടുപിടിച്ചു 1/1.1 ഈക്വൽ ടു സെക്കൻഡ് ഇയർ 0.826, തേർഡ് ഇയർ 0.751, .683, 0.61. അപ്പം അങ്ങനെ ഓരോ ഇയറിൻ്റെ നമുക്ക് കിട്ടും. ഇതെന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി നമ്മൾ ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0.826 ഇൻറ്റു 2 lakh 1,65200. ടോട്ടൽ എത്ര വരുന്നത്, 136,600 പ്ലസ് 1,502. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരുന്നത് 7,58,000 ആണ്. NPV is equal to
അപ്പോൾ ഇതിൽ റൗണ്ട് ഓഫിൻ്റെ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം NPV അല്ല, ദിസ് ഈസ് പ്രസൻറ്റ് വാല്യൂ. അപ്പം പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് PV ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 7,58,000 ആണ്. നിങ്ങൾ ശരിക്കത്തെ ക്യാഷ് ഫ്ലോ എത്രയാണ്? 10 lakh ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ബട്ട് അത് എപ്പോഴാണ്? ഓരോ അടുത്ത കൊല്ലം അതിൻ്റെ അടുത്ത കൊല്ലമൊക്കെ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വാല്യൂയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് എത്രയാണ്? 7,58,000 വാല്യൂ ഉള്ളൂ. ഫ്യൂച്ചറിലേക്ക് നമുക്ക് കിട്ടുന്നതെന്ന് വിചാരിച്ചാൽ അത് ഇപ്പോഴത്തെ അതിൻ്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യാണ് FMൽ ചെയ്യുക. ഇപ്പോഴത്തെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രോജക്ട്സ് വാല്യൂ ചെയ്യുന്നതും ഒക്കെ അതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രസൻറ്റ് വാല്യൂ നോക്കുമ്പോൾ എത്രയാണ്? 7,58,000 ആണ് വരുന്നത്. അപ്പോൾ ഇതിന്ന് ലെസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണുള്ളത്? 10 lakh ആണ് നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത്, പ്രോജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ലെസ് ചെയ്താൽ നമുക്ക് എത്രയാണ് വരുന്നത്? ഇവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണ് വരുന്നത്? ഇവിടെ ലോസ് ആണ് വരുന്നത്. ലോസ് അല്ല, നെഗറ്റീവ് NPV ആണ് വരുന്നത്. 2,42,000 നെഗറ്റീവ് NPV. ഇതാണ് NPV എന്ന് പറയുന്നത്. അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് നിന്ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഐറ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? NPV എന്ന് പറയുന്നത്. ഈ NPV പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയിട്ടായിരിക്കും നമ്മൾ കൂടുതൽ ഡിസിഷൻസ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ NPV ഒക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും. കുറേ മെത്തേഡ്സ് ഉണ്ട്, അതിലൊരു മെത്തേഡാണ് എന്ത്? NPV വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ NPV എങ്ങനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായാലോ? ഇതിന് നമുക്ക് ഒരുപാട് വേരിയൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോക്കും, ഓരോ മെത്തേഡ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്നും അതുപോലെ തന്നെ NPV പ്രസൻറ്റ് വാല്യൂ ഇതൊക്കെ എന്താണെന്നൊന്ന് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഓരോ ടോപ്പിക്സ് ആയിട്ട് ഇനി നമുക്ക് നോക്കിപ്പോവാം. ഇത് ബേസിക്സ് ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം അതിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ.